ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്യൂബിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുള്ള ഫ്രോക്കാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. കഴിഞ്ഞ ഫ്രീ സ്റ്റിച്ചിങ് ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ തുണി ഇതുപോലെ എടുത്തിട്ട് നമ്മൾ ഇതിനെ രണ്ടാക്കി മടക്കി കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യും, ഇതിനെ ഒന്നും കൂടെ നമുക്ക് മടക്കി കൊടുക്കണം. അപ്പോൾ നമുക്ക് 4 പീസായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രണ്ടും ബാക്കും ഒരുമിച്ചിട്ടാണ് ചെയ്യുന്നത്. കണ്ടല്ലോ, ഇതാണ് ഇതിൻ്റെ ഓപ്പൺ സൈഡ്, 4 പീസായിട്ട് വരും. ഇത് നമ്മുടെ ക്ലോസ്ഡ് സൈഡ്, ഇവിടെ രണ്ടായിട്ടാണ് വരുന്നത്. ഇതിൽ നമുക്ക് മാർക്കിങ് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ ഓൾറെഡി ഞാൻ എങ്ങനെയാണ് ഫ്രോക്കിൽ നിന്ന് മെഷർമെൻറ്റ് എടുക്കേണ്ടത് എന്നുള്ളതൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ ഷോൾഡർ മാർക്ക് ചെയ്യുന്നുണ്ട്. ഷോൾഡർ ഞാനിവിടെ 3.25 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഷോൾഡർ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ആം ഹോൾ മാർക്ക് ചെയ്യാം. അപ്പോൾ പൊതുവേ ഫ്രോക്കിലൊക്കെ നമ്മൾ എത്രയാണ് ഷോൾഡർ എടുക്കുന്നത് അത്ര തന്നെയാണ് വരാറുള്ളത്. പക്ഷേ ഇതിൽ ഞാനൊരു 4.5 ഇഞ്ച് അല്ലെങ്കിൽ 4.25 ഇഞ്ച് വരെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഞാൻ പറഞ്ഞു, സിമ്പിൾ ഫ്രോക്കാണ്, വീട്ടിൽ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫ്രോക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ലൂസ് ഫിറ്റിൽ എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാനിവിടെ 4.25 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ചെസ്റ്റ് മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ചെസ്റ്റ് മെഷർമെൻറ്റ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് 4.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിത് ബോഡി മെഷർമെൻറ്റാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു 1/2 ഇഞ്ച് ഞാനിവിടെ എക്സ്ട്രാ ലൂസിന് വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1 ഇഞ്ച് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഒന്നും കൂടി പറയാം. ആദ്യം ഞാനിവിടെ 4.5 ഇഞ്ച് മാർക്ക് ചെയ്തു, 1/2 ഇഞ്ച് നമുക്ക് ലൂസിന് വേണ്ടിയിട്ട്, അതുപോലെ 1 ഇഞ്ച് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട്. ഇനി നമുക്ക് ആം ഹോൾ കർവ് വരച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ 4.5 ഇഞ്ചിൽ നമ്മൾ ആം ഹോളിൻ്റെ ഭാഗത്ത് പിടിച്ചിട്ട് ഇതിൻ്റെ പകുതി മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഫ്രഞ്ച് കർവിൻ്റെ സ്കെയിൽ വെച്ചിട്ടാണ് നമ്മുടെ ആം ഹോൾ വരച്ചെടുക്കാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു പോയിൻറ്റും അതുപോലെ ഈ ഒരു പോയിൻറ്റും തമ്മിൽ ഇങ്ങനെ യോജിച്ച് വരുന്ന രീതിയിൽ സ്കെയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ കർവ് വരച്ചു കൊടുക്കുക. പിന്നെ ഈ സ്കെയിലില്ലാത്തവർ സാധാ കൈ കൊണ്ട് വരച്ചെടുത്താലും മതി കേട്ടോ. ഇനി നമുക്ക് ബോഡി പാർട്ടിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. 6.5 ഇഞ്ചാണ് വേണ്ടത്. പക്ഷേ അതിലേക്ക് 1 ഇഞ്ച് കൂട്ടിയിട്ട് 7 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം 1/2 ഇഞ്ച് നമുക്ക് മുകളിൽ തയ്ക്കാനും 1/2 ഇഞ്ച് നമുക്ക് താഴത്ത് പീസ് ജോയിൻ ചെയ്ത് കൊടുക്കാനും, അങ്ങനെ 1 ഇഞ്ച് നമുക്ക് അവിടെ എക്സ്ട്രാ വേണം. നമുക്ക് ചെസ്റ്റ് മെഷർമെൻറ്റ് എത്രയാണ് എടുത്തത് അതേ അളവിൽ തന്നെ നമുക്കിവിടെ വേസ്റ്റിൻ്റെ ഭാഗത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി വേസ്റ്റിൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് ഒരു ഷേപ്പായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്നൊരു 1/2 ഇഞ്ച് കുറച്ചിട്ട് നിങ്ങൾക്ക് അവിടെ ഒരു ഷേപ്പ് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ കറക്റ്റ് എത്രയാണ് ചെസ്റ്റിൻ്റെ ഭാഗത്തുള്ള മെഷർമെൻറ്റ് അത്ര തന്നെയാട്ടോ ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി 2 പോയിൻറ്റുകൾ തമ്മിൽ യോജിപ്പിച്ചെടുക്കുക. ഇത്രയും ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പോകാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. നെക്കിന് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് 2 ഇഞ്ചാണ് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നെക്കിനെ ഇറക്കം മാർക്ക് ചെയ്ത് കൊടുക്കുക. നെക്കിനെ ഇറക്കം ഞാനിവിടെ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ സ്ക്വയർ വരച്ചെടുത്തു. അതിനുശേഷം റൗണ്ട് ഷേപ്പിൽ നെക്ക് വരച്ചെടുക്കാം. അപ്പോൾ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും ഞാനിവിടെ ഒരുപോലെ തന്നെയാണ് ചെയ്യുന്നത്. അതിൽ സെപ്പറേഷനൊന്നും കൊടുക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ബാക്കിൽ ഓപ്പണിങ്ങോ സിബോ ഒന്നും ഇല്ലാത്ത നമ്മൾ പെറ്റിക്കോട്ട് പോലെയുള്ള ഒരു ഉടുപ്പാട്ടൊന്നും ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഫ്രണ്ടും ബാക്കും ഒരുമിച്ചിട്ട് ഒരേ അളവിൽ തന്നെ നെക്ക് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു ഭാഗത്ത് 1/4 ഇഞ്ച് മാർക്ക് ചെയ്തു. എന്നിതൊരു ഷോൾഡർ സ്ലോപ്പ് വരച്ചിട്ട് ഇതുപോലെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമ്മുടെ ബോഡി പാർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 2 പീസായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഒന്ന് ഫ്രണ്ടും ഒന്ന് ബാക്കും. നമുക്കിതെങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഷോൾഡറിൻ്റെ ഭാഗം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 പീസിൻ്റെയും നല്ല വശങ്ങൾ ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാനിവിടെ ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നമ്മളിപ്പോൾ യോക്കിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളും മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് ഞാൻ താഴത്തേക്ക് വരുന്ന പ്ലീറ്റ്സിൻ്റെ കാര്യങ്ങളൊക്കെ കാൽക്കുലേഷൻസ് വെച്ച് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പം യോക്ക് ഭാഗം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കൂടി എളുപ്പമായിരിക്കും താഴെ ഭാഗത്തെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ 2 തവണ ഷോൾഡറിൻ്റെ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നാൽ മാത്രം കുറച്ചൊരു നല്ലൊരു ഉറപ്പിൽ നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് വേണ്ടി 2 തവണ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തു. ഇനി നമുക്ക് ചെയ്യേണ്ടതിൻ്റെ ആം ഹോളിൻ്റെ ഭാഗത്ത് നമുക്ക് മടക്കി തയ്ച്ചു കൊടുക്കലാണ്. അപ്പം ഈ ഒരു ഭാഗം നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. നമുക്ക് പ്രാക്ടീസ് ചെയ്താൽ റെഡി ആവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം നമുക്കിവിടെ ഒരു 1/4 ഇഞ്ച് മടക്കി കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒരു 1/4 ഇഞ്ച് കൂടി മടക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, വളരെ സ്ലോ ആയിട്ട് മെല്ലെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. വളരെ ഫാസ്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യരുത്. പിന്നെ അതുപോലെ ഒരുപാട് തുണി ഇങ്ങനെ വലിച്ച് പിടിച്ചിട്ട്, കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്, ഇതുപോലെ വലിച്ച് പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യരുത്. കറക്റ്റ് ആ മടക്കിയിട്ടത് ഏത് ഭാഗത്താണ് വെച്ചാൽ അവിടെ വെച്ചിട്ട് വേണം നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത പോലെ ക്രോസ് പീസ് കട്ട് ചെയ്തിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്താലും മതി. പക്ഷേ നമ്മൾ പെറ്റിക്കോട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതുപോലെയാണ് നമ്മൾ ചെയ്തെടുക്കുക. അതിൽ എക്സ്ട്രാ ക്രോസ് പീസൊന്നും വെച്ച് നമ്മൾ ചെയ്യാറില്ല. പക്ഷേ എന്നാലും നമ്മുടെ എളുപ്പമാണല്ലോ, നമ്മളതുപോലെ നമ്മളെ രീതിയാണ് എല്ലാം ഏത് ഡ്രസ്സ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടാണെങ്കിൽ മാത്രം ക്രോസ് പീസ് കട്ട് ചെയ്യുക. എന്നിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ക്രോസ് പീസ് വെച്ചിട്ട് എങ്ങനെ സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട്.
അപ്പോൾ കാണാത്തവർക്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളൊന്ന് കണ്ടു നോക്കുക. സ്റ്റിച്ചിങ് ക്ലാസ്സുകളൊക്കെ എല്ലാം നിങ്ങൾ ഫസ്റ്റ് തൊട്ടേ കാണാം കേട്ടോ. എന്നാലും ഓരോന്നോരോന്നും നിങ്ങൾക്ക് എല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ കണ്ടിൽ നമ്മളൊരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മറ്റേ സൈഡ് നിങ്ങൾ സ്വയം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഒന്നുമില്ല, 4 ഇഞ്ച് മടക്കുക, വീണ്ടും 4 ഇഞ്ച് മടക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആംഹോളിൻ്റെ ഭാഗം വരുന്നത്. അപ്പോൾ 2 ഭാഗം ഞാനിപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കിൻ്റെ ഭാഗമാണ് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാനുള്ളത്. അതും നമ്മളിപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതുപോലെ മടക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. ആദ്യം 4 ഇഞ്ച്, വീണ്ടും 4 ഇഞ്ച്. അപ്പോൾ ഞാനിവിടെ മെല്ലെ അപ്പോൾ ഇവിടെ ഈ ഒരു റൗണ്ട് ഭാഗവും നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. തുടക്കക്കാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും റെഡിയാവും. നിങ്ങൾ ഈ ഒരു ഫ്രോക്ക് തയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ തുണിയിൽ കട്ട് ചെയ്തെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്കിത് ജോയിൻ ചെയ്തെടുക്കാം. ജോയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു സൈഡ് മാത്രം നമുക്ക് ജോയിൻ ചെയ്താൽ മതി. ഇപ്പോൾ ഇവിടെ നമ്മളിതാ 2 ഭാഗം ഒരുമിച്ച് പിടിക്കുക. എന്നിട്ട് നമ്മൾ 1 ഇഞ്ചാണല്ലോ നമ്മൾ തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. ആ 1 ഇഞ്ച് നമുക്ക് ജസ്റ്റ് അത് ഇവിടെ മാർക്ക് ചെയ്ത് വെക്കാട്ടെ. എത്ര ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. 1 ഇഞ്ച് താഴെ ഭാഗത്തും അതുപോലെ 1 ഇഞ്ച് ഞാനിവിടെ മുകൾ ഭാഗത്തും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ലൈനാക്കി വരച്ചു കൊടുത്തു. അപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് ഒരു സൈഡിലും മാത്രം നമുക്ക് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കാം. എന്നിട്ട് ലാസ്റ്റിലാണ് നമ്മൾ മറ്റേ സൈഡ് സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഒരു സൈഡ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് താഴെ ഭാഗത്തേക്കുള്ള കാൽക്കുലേഷൻസ് ഒക്കെ നോക്കാം. അതായത് പ്ലീറ്റ്സ് ഇട്ടിട്ടാണല്ലോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ പ്ലീറ്റ്സ് ഇടാൻ എത്ര തുണി വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽഡായിട്ട് നോക്കാം. അപ്പോൾ ഈ ഒരു യോക്കിൻ്റെ ഈ ഒരു സൈഡ് നമ്മൾ കൂട്ടി തയ്ച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ നമുക്ക് 1 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പായിട്ട് കിടക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് പ്ലീറ്റ്സിനുള്ള കാൽക്കുലേഷൻസ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാനിവിടെ പ്ലീറ്റ്സ് എന്ന് എഴുതി വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം എത്ര തുണി വേണം എന്നുള്ളത് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്കിവിടെ നോക്കാം. നമ്മുടെ ഇവിടെ വേസ്റ്റിൻ്റെ മെഷർമെൻറ്റ് എത്രയാണ് വരുന്നത്. ഇവിടെ നമുക്ക് 10 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. ഒരു സൈഡിലാണ് 10 ഇഞ്ച് വരുന്നത്. ഇതിൻ്റെ മറ്റേ സൈഡിലും നമുക്ക് 10 ഇഞ്ച് ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ടോട്ടൽ എത്ര വരുന്നത്? 20 ഇഞ്ച് വരും അല്ലേ. അപ്പോൾ നമ്മുടെ വേസ്റ്റിൻ്റെ അളവെന്ന് പറയുന്നത് എത്രയാണ്? 20 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ നമുക്ക് തുണി ഏകദേശം നമുക്ക് പ്ലീറ്റ് ഇടാൻ മിനിമം തുണി നമുക്ക് എത്ര വേണം? വേസ്റ്റ് അളവ് ഇൻറ്റു 2 വേണ്ടത്. അതായത് നമുക്ക് എത്രയാണ് വേസ്റ്റിൻ്റെ അളവ് വരുന്നത് അതിൻ്റെ 2 ഇരട്ടി തുണി നമുക്ക് ഇവിടെ വേണം, പ്ലീറ്റ്സ് ഇടാൻ വേണം. 40 ഇഞ്ച്. ഇനി ഇത് മതിയാവില്ല. കാരണം നമുക്ക് ഇവിടെയുള്ള അളവ് നമ്മൾ എടുത്തിട്ടില്ല. ഇവിടെ നമുക്ക് 1 ഇഞ്ച് കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് 1 ഇഞ്ച് വേണ്ട. അപ്പോൾ 2 ഇഞ്ചും കൂടി നമുക്കിതിൽ കൂടുതലായിട്ട് വേണം തയ്യൽ തുമ്പിനായിട്ട്. അപ്പോൾ 40 + 2 എത്രയാണ്? 42 ഇഞ്ചാണ് നമുക്ക് ടോട്ടൽ തുണി വേണ്ടത്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എത്ര വീതിക്ക് പ്ലീറ്റ്സ് ഇടണം എന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ഫ്രോക്കിൽ 1 ഇഞ്ച് വീതി വരുന്ന പ്ലീറ്റാണ് ഇടാൻ വേണ്ടി പോകുന്നത്. അത് നമ്മുടെ ഇഷ്ടമായിട്ട് നമുക്ക് എത്ര വീതിക്കുള്ള പ്ലീറ്റ്സ് ഇടാം. അപ്പോൾ ഞാൻ 1 ഇഞ്ച് വീതി വരുന്ന പ്ലീറ്റ്സ് ഇടാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു പേപ്പറിൽ കാണിച്ചു തരാം. 1 ഇഞ്ച് വീതി വരുന്ന പ്ലീറ്റ്സ് എന്ന് പറയുമ്പോൾ എത്ര ഏകദേശം വരുന്നു ജസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് തുണിയാണെന്ന് വിചാരിക്കുക. ജസ്റ്റ് നിങ്ങൾക്ക് പേപ്പറിലൊന്ന് കാണിക്കാം ആദ്യം. അപ്പോൾ നമുക്ക് ആദ്യം ഒരു പ്ലീറ്റ് ഇട്ട് വെക്കാം. ഇത് പ്ലീറ്റ്. അപ്പോൾ ഇത് വേണം നമുക്ക് കുറച്ച് ഇപ്പുറത്തുനിന്ന് പ്ലീറ്റ് ഇടാം. അപ്പോൾ ഇതുപോലെ ഞാൻ പ്ലീറ്റ്സ് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് ഒരു പ്ലീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കി ഇതിൻ്റെ ഈ ഒരു ബാക്ക് സൈഡിലേക്ക് നമുക്ക് വേണം, അതുപോലെ ഇങ്ങോട്ടേക്കും നമുക്ക് തുണി വേണം. അപ്പം ഒരു പ്ലീറ്റ് ഇടുന്ന സമയത്ത് നമുക്ക് ഇപ്പോൾ 1 ഇഞ്ചിൻ്റെ പ്ലീറ്റ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ 1 ഇഞ്ച് നമുക്ക് ഇവിടെയും വേണം, അതുപോലെ തന്നെ 1 ഇഞ്ച് നമുക്ക് ഈ ഒരു ബാക്കിലേക്കും വേണം. അപ്പോൾ 1 ഇഞ്ച് പ്ലീറ്റ് ഇടാൻ നമുക്ക് ഏകദേശം എത്ര തുണി വരും? 2 ഇഞ്ച് വീതി വരുന്ന തുണി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് വേണം. 1 ഇഞ്ച് പ്ലീറ്റിന് വേണം. അപ്പോൾ 1 ഇഞ്ച് വീതി വരുന്ന പ്ലീറ്റിന് നമുക്ക് 2 ഇഞ്ച് വേണം. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ 1/2 ഇഞ്ച് വീതി വരുന്ന പ്ലീറ്റ് ആണെന്ന് വിചാരിക്കുക. 1/2 ഇഞ്ച് മടക്കുക, 1/2 ഇഞ്ച് ഒരു സൈഡിലേക്കും 1/2 ഇഞ്ച് അതിൻ്റെ പിറകിലേക്കും. അപ്പോൾ നമുക്ക് 1 ഇഞ്ച് വേണം. കാരണം 1/2 ഇഞ്ച് ഇവിടെയും 1/2 ഇഞ്ചും കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1 ഇഞ്ച്. ഇപ്പോൾ 1 ഇഞ്ച് പ്ലീറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 1 ഇഞ്ചും കൂട്ടി 2 ഇഞ്ച് നമുക്ക് ആവശ്യം വരും. ഓക്കെ, ഇപ്പോൾ നമുക്ക് വേസ്റ്റിൻ്റെ അളവ് 20 ഇഞ്ചാണ് അല്ലേ. 20 നമ്മുടെ വേസ്റ്റ്. അതിനെ നമ്മൾ ഈ ഒരു പ്ലീറ്റിൻ്റെ സൈസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 10. അപ്പോൾ നമുക്ക് ഈ ഒരു ഫ്രോക്കിൽ 10 പ്ലീറ്റ്സുകൾ ഇടാൻ സാധിക്കും. 10 എണ്ണം അല്ലെ, 10 പ്ലീറ്റ്സുകളാണ് നമുക്ക് ഈ ഒരു 1 ഇഞ്ച് വീതി വരുന്ന ഈ ഒരു പ്ലീറ്റ് കൊണ്ട് നമുക്ക് ഈ ഒരു ഫ്രോക്കിൽ ഇടാൻ വേണ്ടി സാധിക്കാം. അപ്പോൾ നമ്മുടെ വേസ്റ്റിനെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് പ്ലീറ്റ്സിൻ്റെ എണ്ണം കിട്ടി. ഇനി നമുക്ക് എത്ര ഗ്യാപ്പിൽ നമുക്ക് പ്ലീറ്റ്സ് ഇടാൻ നോക്കാം. അതായത് ഒരു പ്ലീറ്റ് കഴിഞ്ഞ് അടുത്ത പ്ലീറ്റ് ഇടാൻ നമുക്ക് എത്ര ഗ്യാപ്പ് വേണം എന്നുള്ളത്, എത്ര ഗ്യാപ്പിലാണ് നമുക്ക് ഇടേണ്ടത് നോക്കാമല്ലോ. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? നമ്മുടെ വേസ്റ്റ് മെഷർമെൻറ്റ് എത്രയാണ്? 20 ഇഞ്ചാണല്ലോ. അതിനെ നമുക്ക് എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 ഇഞ്ച് കിട്ടും. അപ്പോൾ 2 ഇഞ്ച് ഗ്യാപ്പിൽ നമുക്ക് പ്ലീറ്റ്സുകളിട്ട് പോകാം. അപ്പോൾ നിങ്ങൾക്ക് കണക്കുകളൊക്കെ മനസ്സിലായിട്ടുണ്ടാകും വിചാരിക്കുന്നത്. വളരെ സിമ്പിളാണ്. 1 ഇഞ്ച് വീതി വരുന്ന പ്ലീറ്റ്സാണ് ഞാൻ ഇടുന്നത്. അത് നമുക്ക് 2 ഇഞ്ച് എന്ത് വേണം? തുണിയുടെ ആവശ്യം വരും, മുമ്പിലേക്കും ബാക്കിലേക്കും ആയിട്ട്. അപ്പോൾ നമ്മൾ വേസ്റ്റ് അളവിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 10 എണ്ണം കിട്ടി.
ഓക്കെ, അപ്പോൾ ഇനി എത്ര ഗ്യാപ്പിലാന്ന് നോക്കാൻ നമുക്കൊന്നുമില്ല. വേസ്റ്റ് അളവിനെ നമ്മൾ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 2 ഇഞ്ച് ഗ്യാപ്പ് കിട്ടി. ഓക്കെ, അപ്പോൾ ഇതാണ് ഇപ്പോൾ 2 ഇഞ്ച് ഗ്യാപ്പിൽ നമ്മൾ 1 ഇഞ്ച് വീതി വരുന്ന പ്ലീറ്റ്സ് ഇട്ടിട്ട് പോകണം. അപ്പം ഞാൻ ജസ്റ്റ് ഇതിലൊന്ന് മാർക്ക് ചെയ്തിട്ട് കാണിക്കാം. എങ്ങനെ ജസ്റ്റ് ആദ്യം ഒന്ന് പേപ്പറിൽ മാർക്ക് ചെയ്ത് കാണിക്കാം, എന്നിട്ട് നമുക്ക് തുണിയിലേക്കൊന്ന് മാർക്ക് ചെയ്യാം കേട്ടോ. എന്നാൽ നിങ്ങൾക്കൊന്ന് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ തുണിയെന്ന് വിചാരിക്കാം. ഇത് 42 ഇഞ്ച് വീതി വരുന്ന തുണിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യണം. 1 ഇഞ്ച് നമുക്ക് ആദ്യം തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുക്കണം. 1 ഇഞ്ച് മാർക്ക് ചെയ്തു. കണ്ടല്ലോ, ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 ഇഞ്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ 1 ഇഞ്ച് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യും, 1 ഇഞ്ച് നമ്മൾ ഏറ്റവും ലാസ്റ്റിലാണ് ഉണ്ടാവുക. ഓക്കെ, ആദ്യം നമ്മൾ 1 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് 2 ഇഞ്ച് നമുക്ക് ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കണം. അതായത് നമ്മുടെ ഗ്യാപ്പ്, പ്ലീറ്റിൻ്റെ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 ഇഞ്ചാണല്ലേ. ഇനി നമുക്ക് അത് മാർക്ക് ചെയ്തതിന് ശേഷം 1 ഇഞ്ച് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു, 1 ഇഞ്ച് നമ്മൾ ഇവിടെയും മാർക്ക് ചെയ്ത് കൊടുത്തു. നമ്മളെ പ്ലീറ്റിന് ആവശ്യമായിട്ടുള്ള തുണി, അതായത് ഇവിടെ നമ്മളിങ്ങനെ പിടിക്കുന്ന സമയത്ത് ഇവിടെയാണ് പ്ലീറ്റ് പോവുക. കണ്ടല്ലോ, ഇതാണ് നമ്മുടെ ഒരു പ്ലീറ്റ് എന്ന് പറയുന്നത്. ഇതാണ് 1 ഇഞ്ചും മുമ്പിലോട്ടും 1 ഇഞ്ച് ബാക്കിലോട്ടും. ഇനി നമ്മൾ അടുത്ത് വീണ്ടും ഗ്യാപ്പ് മാർക്ക് ചെയ്തു 2 ഇഞ്ച്. ഇനി വീണ്ടും 1 ഇഞ്ച്, അതുപോലെ 1 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്യണം അല്ലേ. നമ്മുടെ അടുത്ത പ്ലീറ്റിന് വേണ്ടിയിട്ടുള്ള കാൽക്കുലേഷൻ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് പ്ലീറ്റ് ഇടുന്നത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും നമ്മൾ ഗ്യാപ്പ് മാർക്ക് ചെയ്തു, 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. കണ്ടല്ലോ, ഇതുപോലെയാണ് നമ്മൾ പ്ലീറ്റ്സ് ഇട്ടിട്ട് പോകുന്നത്. സിമ്പിളാണ് സംഭവം, വളരെ സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ ഇതുപോലെ പ്ലേറ്റ് ഇട്ടിട്ട് നമ്മളിങ്ങനെ ഇട്ട് പോവുകയാണ് ചെയ്യുന്നത്. 2 ഇഞ്ച് ഗ്യാപ്പിൽ പ്ലേറ്റ് വന്ന് പോകും. ഇനി നമുക്ക് തുണിയിൽ കാണിക്കാം. തുണിയിലാവുമ്പോൾ ഒന്നുകൂടി നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനിവിടെ തുണി എടുത്തിട്ടുണ്ട്. ഇതാണ് ഞാൻ എടുത്തിട്ടുള്ള തുണി. ആദ്യം ഇതിൻ്റെ ലെങ്ത്ത് ഒന്ന് കാണിക്കാം. അപ്പോൾ ലെങ്ത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 12 ഇഞ്ചാണ്. 12 ഇഞ്ച് എടുക്കാൻ വേണ്ടിയിട്ട് കാരണം 1 ഇഞ്ച് നമുക്ക് താഴവശം മടക്കി തയ്ക്കാൻ വേണം, 1/2 ഇഞ്ച് നമുക്ക് മുകളിൽ കൂട്ടി ജോയിൻ ചെയ്യാൻ വേണം, അങ്ങനെ 1.5 ഇഞ്ച്. അപ്പോൾ നമ്മൾക്ക് എത്രയാണ് ലെങ്ത്ത് വേണ്ടത് അതിനേക്കാളും ഒരു 1.5 ഇഞ്ച് കൂട്ടിയിട്ട് വേണം നമ്മൾ ഈ ഒരു പീസ് എടുക്കാൻ വേണ്ടിയിട്ട്, താഴത്തേക്കുള്ള പീസ് എടുക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായല്ലോ? ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൻ്റെ വീതി നമുക്ക് നോക്കാം. വീതി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 42 ഇഞ്ച് വീതി വരുന്ന തുണിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. തുണി ജോയിൻ ചെയ്തതിന് ശേഷം നമ്മൾ കറക്റ്റായിട്ട് ടാപ്പ് ഇതുപോലെ പിടിക്കുക. 42 ഇഞ്ച് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഓക്കെ, അപ്പം ലെങ്ത്ത് എന്ന് പറയുന്നത് നമുക്ക് വേണ്ട ലെങ്ത്തിനേക്കാളും 1.5 ഇഞ്ച് കൂട്ടിയെടുക്കുക. വീതി നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത പോലെ വേസ്റ്റ് അളവിൻ്റെ 2 ഇരട്ടി നമുക്ക് തുണിയെടുക്കണം. കണ്ടല്ലോ, 42 ഇഞ്ച് കറക്റ്റായിട്ട് ഇത് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് പ്ലീറ്റ് എങ്ങനെ ഇടാമെന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പ്ലീറ്റിൻ്റെ മെഷർമെൻറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് എന്താണ്? 1 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടുള്ള അളവാണ് നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് എന്താണ്? നമ്മൾ പ്ലീറ്റിൻ്റെ ഗ്യാപ്പ് 2 ഇഞ്ച് ഗ്യാപ്പ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് പ്ലീറ്റിൻ്റെ 1 ഇഞ്ച് വരുന്ന പ്ലീറ്റിന് നമുക്ക് എത്ര വേണം? 2 ഇഞ്ച് വേണം അല്ലേ. അപ്പോൾ 1 ഇഞ്ചും നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഒരു പ്ലീറ്റിന് ആവശ്യം വരുന്ന തുണി. അടുത്തത് നമുക്ക് ഇതേപോലെ 2 ഇഞ്ച് ഗ്യാപ്പ് മാർക്ക് ചെയ്യണം. അപ്പോൾ അതിന് മുമ്പ് ജസ്റ്റ് അത് ഈ പ്ലീറ്റുകൾ ഇങ്ങനെ പിൻ ചെയ്ത് പോകാം. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒന്നും കൂടി മനസ്സിലാവും കേട്ടോ. കണ്ടല്ലോ, ഇതുപോലെ ഒരു പിന്നെ നിങ്ങളെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം. അപ്പോൾ കണ്ടല്ലോ, നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ ഗ്യാപ്പിൻ്റെ ആ ഒരു പോയിന്റിൽ നിന്ന് ഒരു പ്ലീറ്റ് പിടിച്ചു. ഈ പ്ലീറ്റിൻ്റെ ഭാഗത്ത് നമുക്കൊന്ന് പിൻ ചെയ്ത് വെക്കാം. ഇനി നമുക്ക് രണ്ടാമത്തെ പ്ലീറ്റ് ഇട്ട് കൊടുക്കണം. അപ്പോൾ രണ്ടാമത്തെ പ്ലീറ്റ് നമ്മൾ ആദ്യം മാർക്ക് ചെയ്യേണ്ടതാണ് നമ്മുടെ ഗ്യാപ്പാണ് അല്ലേ. 2 ഇഞ്ച് ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് അടുത്ത പ്ലീറ്റ് വരുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? 2 ഇഞ്ച് ആദ്യം ഒന്ന് നമ്മുടെ പ്ലീറ്റിൻ്റെ ഗ്യാപ്പ് ആദ്യം 2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് പ്ലീറ്റിൻ്റെ മെഷർമെൻറ്റ് 1 ഇഞ്ച് ആദ്യം, ബാക്കിലേക്കുള്ള 1 ഇഞ്ച്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ രണ്ടാമത്തെ പ്ലീറ്റിനുള്ള അളവുമായി. അപ്പോൾ നമുക്ക് പ്ലീറ്റ് ഒന്ന് പിടിച്ച് വെക്കാം. ഇതുപോലെ പിടിച്ച് ഇങ്ങോട്ട് വെച്ചു. ഇതാണ് നമ്മളെ രണ്ടാമത്തെ പ്ലീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് പിൻ ചെയ്ത് വെക്കാം. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, മനസ്സിലായിട്ടില്ലെന്ന് ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. കമൻറ്റിൽ പറയാം നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലായിട്ടുണ്ടെങ്കിലും എന്തായാലും നിങ്ങൾ ജസ്റ്റ് കമൻറ്റിൽ പറഞ്ഞിട്ട് പോവാം. ഓക്കെ, നമുക്ക് ഞാനൊരു പ്ലീറ്റും കൂടി കാണിക്കാം. ആദ്യം നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് പ്ലീറ്റിൻ്റെ ഗ്യാപ്പാണ് 2 ഇഞ്ച്. അത് കഴിഞ്ഞിട്ട് 1 ഇഞ്ച് ഞാനിവിടെ പ്ലീറ്റിനുള്ള അളവ് 1 ഇഞ്ചും കൂടി മാർക്ക് ചെയ്തു. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ പ്ലീറ്റ് വരുന്നത്. അപ്പോൾ ഇതുപോലെ പിടിച്ചിട്ട് ഇങ്ങോട്ട് പിടിച്ച് വെച്ചു. നമ്മുടെ 3 പ്ലീറ്റ്സുകൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മളിങ്ങനെ പ്ലീറ്റ് ഇട്ടിട്ട് പോവാം. ഓക്കെ, ഞാൻ എല്ലാം കാണിക്കുന്നില്ല. അങ്ങനെ കാണിക്കുമ്പോൾ തന്നെ ഒരുപാട് ലെങ്ത്ത് കൂടി പോകും നമ്മൾ വീഡിയോൻ്റെ. അപ്പോൾ നിങ്ങൾക്കും ബോറടിക്കും. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഇങ്ങനെ 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. 1 ഇഞ്ച് 1 ഇഞ്ച് വീണ്ടും 2 ഇഞ്ച് 1 ഇഞ്ച് 1 ഇഞ്ച് അങ്ങനെ മാർക്ക് ചെയ്ത് നമ്മൾ കംപ്ലീറ്റ് പ്ലീറ്റുകൾ നമുക്ക് പിടിച്ച് വെക്കാം കേട്ടോ. അപ്പോഴേ പിന്നെ നിങ്ങൾ ഇതുവരെ നമ്മൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മളെ വീഡിയോ നിങ്ങൾ കണ്ട് മനസ്സിലായി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോസും കാണാമല്ലോ.
ഓക്കെ, അപ്പോൾ ഞാനിതാ ലാസ്റ്റ് പ്ലീറ്റിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ലാസ്റ്റ് പ്ലീറ്റിൽ ഇവിടെ നമ്മൾ ഗ്യാപ്പിൻ്റെ ഭാഗത്ത് നിന്ന് പ്ലീറ്റ് പിടിച്ചു. ഇവിടെ നമുക്ക് പിൻ ചെയ്ത് വെക്കാം. ഇത് നമ്മുടെ ലാസ്റ്റ് പ്ലീറ്റാണ് വരുന്നത്. ഓക്കെ, ഇനി ഈ പ്ലീറ്റ് കഴിഞ്ഞിട്ട് കുറച്ച് ഭാഗം നമുക്ക് ബാക്കിയുണ്ടല്ലോ, അത് നമ്മുടെ 1 ഇഞ്ച് നമുക്ക് എക്സ്ട്രാ ലാസ്റ്റിൽ നമ്മൾ പറഞ്ഞ തയ്യൽ തുമ്പ്. ഓക്കെ, അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തുണി കിട്ടിയിട്ട് നമ്മൾ കാൽക്കുലേഷൻ കറക്റ്റ് ആണെങ്കിൽ എല്ലാം കറക്റ്റായിരിക്കും. അപ്പോൾ നിങ്ങൾ നോക്കുക, എണ്ണം നോക്കുക, 10 എണ്ണം നമുക്കിവിടെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, ഇതാണ് നമ്മുടെ പ്ലീറ്റ്സ് വരുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് 2 പീസുകളും ജോയിൻ ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ ഇത് നമ്മുടെ യോക്കിൻ്റെ പീസ് വരുന്നത്. അപ്പോൾ യോക്കിൻ്റെ പീസിൻ്റെ നല്ല വശവും അതുപോലെ തുണിയുടെ നമ്മുടെ താഴെ പീസിൻ്റെ നല്ല വശങ്ങൾ ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം. കണ്ടല്ലോ, ഇതാണ് ഇതിൻ്റെ ഈ ഒരു പീസിൻ്റെ നല്ല വശം താഴെയായിട്ട് വരുന്നത്. ഈ നല്ല വശം അതുപോലെ ബോഡി പീസിൻ്റെ നല്ല വശം തമ്മിൽ ഇതുപോലെ ചേർത്ത് വെച്ചു. എന്നിട്ട് ഇതാ മുകളിൽ ഒരു 1/2 ഇഞ്ച് വീതിക്ക് നമുക്ക് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോകാം. ഭാഗം തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ പ്ലീറ്റ്സിൻ്റെ ഭാഗം മാത്രം സെപ്പറേറ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ രണ്ടും കൂടി ഒരുമിച്ച് വെച്ച് ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്താലും മതി. അപ്പോൾ കണ്ടല്ലോ, ഇതുപോലെ നമുക്ക് രണ്ടിൻ്റെയും തുണികൾ വെച്ചിട്ട് നമുക്കിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. 2 നല്ല വശങ്ങൾ ഒരുമിച്ച് ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് 1/2 ഇഞ്ച് വീതിക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ചിങ് കാണിക്കാം. അപ്പോൾ ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ വേണമെങ്കിൽ താഴത്തുള്ള പിന്നുകൾ നമുക്ക് ഓരോന്നോരോന്ന് റിമൂവ് ചെയ്തിട്ട് അങ്ങനെ പോവുകയും ചെയ്യാം കേട്ടോ. ഇനി അതല്ല ലാസ്റ്റിൽ പിന്നെ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ലാസ്റ്റിലും ചെയ്യാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, പിൻ ചെയ്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് പിന്നിന് മുകളിലൂടെ നമ്മൾ തയ്യൽ പോകുമ്പോൾ ചിലപ്പോൾ സൂചിയൊക്കെ പൊട്ടിപ്പോകും. അപ്പോൾ നിങ്ങൾ കുറച്ച് താഴത്തേക്കായിട്ട് പിന്നെ കുത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കണ്ടില്ല, നമ്മൾ ഒരു വേസ്റ്റിൻ്റെ ഒരു ഭാഗം ചെയ്തു. നമ്മൾ തയ്യൽ തുമ്പ് അവിടെ കിടക്കുന്നുണ്ട്, ആ തയ്യൽ തുമ്പ് ചേർത്ത് വെച്ചിട്ട് വേണം നമ്മൾ മറ്റേ സൈഡ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നമ്മളിത് കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു വേസ്റ്റിൻ്റെ ഭാഗം കറക്റ്റായിട്ട് നമ്മുടെ ആ തുണിയോട് കറക്റ്റ് ലെവലായിരിക്കും. കാരണം നമ്മുടെ മെഷർമെൻറ്റുകളെല്ലാം കറക്റ്റായിട്ടാണ് കിടക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാ തുണിയും അവിടെയും ഇവിടെയും എക്സ്ട്രാ ഒന്നും ഉണ്ടാവില്ല. കറക്റ്റ് മെഷർമെൻറ്റിൽ നമുക്ക് എല്ലാം കിട്ടും. അപ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് 2 തവണ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ, എന്നാൽ കുറച്ച് ഉറപ്പിൽ കിട്ടുന്നോളും. അപ്പോൾ ഞാനിവിടെ അത് സ്റ്റിച്ച് എടുത്തു. നമുക്കിത് അതിൻ്റെ മറ്റേ സൈഡ് ഭാഗം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ 2 ഭാഗം കൂടി നമ്മളിങ്ങനെ ചേർത്ത് വെച്ചിട്ട് താഴെ വശത്ത് നിന്ന് നമ്മളിതാ യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ ഇത് സ്റ്റിച്ച് ചെയ്യാതെ വിട്ടത്. അപ്പോൾ ഈ ഒരു ലാസ്റ്റിലെത്തുന്ന സമയത്താണ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് 1 ഇഞ്ച് നമ്മൾ ഫസ്റ്റിലും ഇട്ടിട്ടുണ്ടായിരുന്നു, 1 ഇഞ്ച് നമുക്ക് ലാസ്റ്റിലും എക്സ്ട്രാ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അത് 2 പീസുകളും വെച്ചിട്ട് നമുക്കിതാ 1 ഇഞ്ചിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സിമ്പിൾ ഫ്രോക്കിൻ്റെ കാൽക്കുലേഷൻസും കാര്യങ്ങൾക്കും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. പിന്നെ നമ്മുടെ ഫ്രീ സ്റ്റിച്ചിങ് ക്ലാസ് ആണ്. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ അയച്ചു കൊടുക്കുക. എല്ലാവരും നമ്മുടെ സ്റ്റിച്ചിങ് കണ്ടിട്ട് സ്റ്റിച്ചിങ്ങൊക്കെ പഠിക്കട്ടെ. പിന്നെ നിങ്ങൾ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാം കേട്ടോ. പിന്നെ ഇതിൻ്റെ താഴ്വശം കൂടി നമുക്ക് മടക്കി തയ്ക്കാനുണ്ട്. ആദ്യം 1/2 ഇഞ്ചിലും മടക്കുക, വീണ്ടും 1/2 ഇഞ്ചിലും മടക്കുക, എന്നിട്ട് നമുക്കിത് കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതോടെ നമ്മുടെ സ്റ്റിച്ചിങ്ങിൻ്റെ ഭാഗം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ വീഡിയോ പെട്ടെന്ന് കുറച്ച് സ്പീഡ് കൂടുതലായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വീഡിയോയുടെ സ്പീഡ് ഒന്ന് കുറക്കാം. നമ്മുടെ സെറ്റിങ്സിൽ വീഡിയോ സ്പീഡ് ഉണ്ടാകുമ്പോൾ അതൊന്ന് കുറക്കാം കേട്ടോ. കാരണം ഞാൻ വലിയ ലെങ്ത്തിൽ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറാവും. പിന്നെ അത്യാവശ്യം അറിയാവുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിലൊക്കെ അവർക്ക് ഞാൻ ഇങ്ങനെ സ്ലോലി പറയുന്ന സമയത്ത് അവർക്കും അതൊരു ഇറിറ്റേഷൻ ആയിരിക്കും. ഒന്ന് പെട്ടെന്ന് പറഞ്ഞുകൂടെ എന്നുള്ള 2 രീതിയിൽ നമുക്ക് കമൻറ്റ് വരാറുണ്ട്. ചില ആൾക്കാർ പറയുന്നത് സ്പീഡ് കൂടുതലാണെന്ന് പറയുമ്പോൾ അടുത്ത വീഡിയോ ഞാൻ ചെയ്യുന്ന സമയത്ത് കുറച്ച് സ്പീഡ് കുറക്കും. അപ്പോൾ പലരും പറയും കുറച്ചും കൂടി പെട്ടെന്ന് ആക്കിക്കൂടെ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ 2 കൂടി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് 2 സബ്സ്ക്രൈബേഴ്സിനെയും നമുക്ക് മാനേജ് ചെയ്യണമല്ലോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ സെറ്റിങ്സ് തന്നെ തൊട്ട് മുകളിൽ തന്നെ ആ സെറ്റിങ്സിൻ്റെ ഓപ്ഷനിൽ നമുക്ക് വീഡിയോയുടെ സ്പീഡ് കൂട്ടാനും സ്പീഡ് കുറക്കാനൊക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫ്രോക്കിൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നല്ല ഭംഗിയിൽ എല്ലാം സ്റ്റിച്ചിങ് കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊന്ന് അയൺ ചെയ്തെടുക്കുക കേട്ടോ. എന്നാൽ തന്നെ നമുക്ക് അതിൻ്റെ ആ ഒരു ഫിനിഷിങ് നമുക്ക് മനസ്സിലാവുള്ളൂ. കണ്ടല്ലോ, എത്ര ഭംഗിയിൽ നല്ല ഭംഗിയിൽ നമുക്കൊരു ഫ്രോക്ക് കിട്ടിയിട്ടുണ്ട്.